മക്കളെ, മുകളിൽ നിങ്ങൾക്ക് ഒരു ചെറിയ തുമ്പിനെ പോലുള്ള ഒരു പ്രാണിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു പ്രാണിയുടെ പേരാണ് ആൻലയൺ ലേസ്വിങ്. ഇത് മുട്ടയിടുന്നുണ്ട്. പക്ഷെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ലാർവ സ്റ്റേജിലുള്ള ഈ ഒരു പ്രാണി എന്ന് പറയുന്നത് മാതൃജീവിയുമായി യാതൊരുവിധ ബന്ധമില്ലാത്തതാണ്. ഇതാണ് നമ്മുടെ കുഴിയാന അല്ലെങ്കിൽ നമ്മുടെ ആൻലയൺ എന്ന് പറയുന്നത്. പിന്നീട് ഈ കുഴിയാനയാണ് പ്യൂപ്പ സ്റ്റേജിലൂടെ, അതായത് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിന്റെ മാതൃജീവിയോട് സാമ്യമുള്ള ഒരു ജീവിയായിട്ട് മാറുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലാർവ സ്റ്റേജിലുള്ള ഒരു ജീവി എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലൂടെ മാറി 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 കടന്നിട്ടാണ് അതിന്റെ മാതൃജീവിയോട് സാദൃശ്യമുള്ള ഒരു ജീവിയായിട്ട് മാറുന്നത്. അതായത് മുട്ട വിരിഞ്ഞുണ്ടാവുന്നതിന് നമ്മുടെ മാതൃജീവിയുമായി യാതൊരുവിധ സാദൃശ്യവും ഇല്ല എന്ന് ചുരുക്കം. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റമോർഫോസിസ് അല്ലെങ്കിൽ രൂപാന്തരണം എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്താണ് രൂപാന്തരണം എന്ന് ചോദിച്ചാൽ, ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് ഒരു സാദൃശ്യം ഉണ്ടാവില്ല. പിന്നീട് അത് പല പല ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് മാതൃജീവിയോട് സാദൃശ്യമുള്ള ഒരു ജീവിയായിട്ട് മാറുന്നതെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്.